ഒരു കപ്പളത്തിൻ്റെ ഇല മതി നമ്മുടെ വീട്ടിലെ ഈച്ചശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഹലോ, വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ ഡൈനിങ് ടേബിളിലും കിച്ചണിലും ഒക്കെ ഭയങ്കര ഈച്ചശല്യമായിരിക്കും. അപ്പോൾ ഈ ഈച്ചശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കാൻ പറ്റും. മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് ഈച്ചശല്യം ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈച്ചശല്യം ഒഴിവാക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കപ്പളത്തിൻ്റെ ഇലയാണ്. ഈ കപ്പളത്തിൻ്റെ ഇല നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈകൊണ്ട് തന്നെ നമുക്കിത് മുറിച്ചിട്ട് കൊടുക്കാവേ. കപ്പളത്തിൻ്റെ ഇല പാത്രത്തിലേക്ക് മുറിച്ചിട്ടതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു കപ്പളവിൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കപ്പളവിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അല്പം ഗ്രാമ്പൂവും ഒരു പിടി കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു അല്പം വിനാഗിരിയും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം തണുക്കാൻ വേണ്ടി വെക്കാവേ. വെള്ളം ഇപ്പം നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടി എടുക്കാവേ. അപ്പോൾ നമ്മൾ വെള്ളം നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കപ്പളവിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒന്നൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഇതേപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ മൂടിക്ക് നമുക്ക് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിൽ നിന്ന് സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിലെ ഇലയാണ് നമുക്ക് കൂടുതൽ ഈച്ചശല്യം ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കപ്പളത്തിൻ്റെ ഇലേൻ്റെ മണം ഈച്ചകൾക്കൊന്നും തീരെ പറ്റത്തില്ല. നമ്മൾ തന്നെ എടുക്കുമ്പോൾ നമ്മുടെ കൈക്കൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈച്ചശല്യവും പൊടി ഈച്ചശല്യവും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പോരാത്തതിന് നമ്മൾ ഇതിനകത്ത് ഗ്രാമ്പൂവും കല്ലുപ്പും വിനാഗിരിയും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈച്ചശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈച്ചകൾക്കായിരിക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ഫ്ലോറും നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലോറിലെ ഈച്ചശല്യവും പൊടി ഈച്ചശല്യവും പൂർണ്ണമായിട്ടും ഒഴിവാക്കി എടുക്കാൻ പറ്റും. ഫ്ലോറും നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഈച്ചശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈച്ചകളെ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും മിനിറ്റുകൾക്കുള്ളിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.